CPIഎമ്മിനെതിരായ വ്യാജ വാർത്തകൾ ഖേദപ്രകടനവുമായി മലയാള മനോരമ. ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ കമ്പനിയിൽ നിന്നും CPIഎം 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നായിരുന്നു മലയാള മനോരമയോട് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ തങ്ങൾക്ക് പിശക് പറ്റിയെന്നും ആയതിനാൽ ഖേദിക്കുന്നതായും മലയാള മനോരമ പറയുകയാണ്. ഷീജ ചേരുകയാണ്. ഷീജ, ഇത്തരത്തിലുള്ള വാർത്തകൾ മുന്നോട്ട് വരുമ്പോൾ ഏത് രീതിയിലായിരുന്നു ഇത്തരത്തിൽ CPIഎമ്മിനെതിരായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ മലയാള മനോരമ നേരത്തെയും പടച്ചുവിട്ടത് എന്നുള്ള പുതിയൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇതാ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ ഖേദപ്രകടനത്തിൽ പറയുന്നത്? CPIഎമ്മിനെതിരായ വ്യാജ വാർത്തകൾ ഖേദപ്രകടനവുമായി മലയാള മനോരമ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ കമ്പനിയിൽ നിന്നും ഇത്തരത്തിൽ CPIഎം 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നുള്ള കള്ള വാർത്തയായിരുന്നു മലയാള മനോരമ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എടുത്തു നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതൊരു രീതിയിലായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിനെതിരായി നിയമപോരാട്ടം നടത്തിയ ഒരു പാർട്ടി കൂടിയാണ് CPIഎം. അത്തരത്തിലുള്ള ഇടപെടലൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായ ഒരു ഘട്ടം കൂടിയുണ്ട്. പക്ഷേ ആ ഒരു വാർത്തയെ വളച്ചു കെട്ടിക്കൊണ്ടാണ് മലയാള മനോരമ ഇത്തരത്തിൽ കള്ള വാർത്തകൾ പടച്ചുവിട്ടത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വന്ന വാർത്തകൾ തങ്ങൾക്ക് പിശക് പറ്റിയെന്നും ഒരു വാർത്ത കൂടിയാണ് ഇന്ന് മലയാള മനോരമ ഖേദപ്രകടനം നടത്തിയിട്ടുള്ളത്. തങ്ങൾക്ക് പിശക് പറ്റിയെന്നും ആയതിൽ ഖേദിക്കുന്നതായും മലയാള മനോരമ പറയുകയാണ്. CPIഎം വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ട് അല്ല, സംഭാവനയെന്ന് മലയാള മനോരമ പത്രം പറയുന്നു. തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെ CPIഎം മലയാള മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഖേദപ്രകടനവുമായി മലയാള മനോരമ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ഉള്ള കള്ള വാർത്തകൾ പടച്ചുവിടുന്ന ഒരു ചരിത്രം മലയാള മനോരമയ്ക്കുണ്ട്. അതിനാൽ അതിൽ അത്ഭുതപ്പെടാനുള്ള കാരണം ഒന്നും തന്നെ ഇല്ല എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് വളരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഉണ്ടായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മലയാള മനോരമ ഇത്തരത്തിലുള്ള ഖേദപ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഷീജ ചേരുകയാണ്. ഷീജ, മറ്റു കാര്യങ്ങൾ കൂടി ഏത് രീതിയിലാണ് ഇപ്പോൾ ഖേദപ്രകടനവുമായി മലയാള മനോരമ രംഗത്ത് വന്നിരിക്കുന്നത്? തുടർച്ചയായി ഇത്തരത്തിൽ കള്ളവാർത്തകൾ പടച്ചുവിടുകയാണ് മലയാള മനോരമ. ഷീജ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് തീർച്ചയായും, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള മനോരമ പത്രത്തിൽ ഈ CPIഎം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനി അത് ദേശീയപാത നിർമ്മാണത്തിലുള്ള കമ്പനിയാണ്, കരാർ നൽകിയിട്ടുള്ള കമ്പനിയാണ്. അവരിൽ നിന്നും CPIഎം 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, CPIഎം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിലടക്കം പോയി അതിനുള്ള നിയമപോരാട്ടം നടത്തിയ പാർട്ടി എന്ന് പറയുന്നത് CPIഎം മാത്രമാണ്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മലയാള മനോരമയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ CPIഎം മലയാള മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അടക്കം അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഖേദപ്രകടനവുമായി മലയാള മനോരമ രംഗത്തെത്തിയിരിക്കുന്നത്. അതും വാർത്ത 1-ാം പേജിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ ഖേദപ്രകടനം നൽകിയിരിക്കുന്നത് അതിന്റെ ഉൾപേജിൽ 5-ാം പേജിലായിട്ടാണ് അതിന്റെ ഖേദപ്രകടനം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ മേഘ കൺസ്ട്രക്ഷൻ CPIഎമ്മിന് 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് നൽകിയെന്നായിരുന്നു വാർത്ത നൽകിയിരുന്നത്. പക്ഷേ ആ രീതിയിൽ ഇലക്ട്രൽ ബോണ്ടല്ല, മറിച്ചത് സംഭാവനയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ മലയാള മനോരമയിൽ വാർത്ത വന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരം നൽകിയത്.